ഹാജാസ് ക്ലാസ്സസ് എന്ന ഈ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ ഒരു നല്ല വിഷു ആശംസിക്കുകയാണ്. 2026 എന്ന് പറയുന്ന വർഷത്തിലെ ഒരു വിഷു കൂടി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു വിഷു കൈനീട്ടം നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിൽ നിന്ന് എന്താണ് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് കൈനീട്ടമാണ് തരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള കൈനീട്ടമാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഈ വിഷുദിനത്തിൽ നിങ്ങൾക്ക് ഞങ്ങൾ നല്ല കിടിലൻ ഓഫറുകൾ കൊണ്ടുവരികയാണ് എല്ലാ കോഴ്സുകൾക്കും. കഴിഞ്ഞ ഒരു സീസണിൽ LP UPയുടെ പരീക്ഷ നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്മിഷനുകൾ നടന്ന ഒരു ആപ്ലിക്കേഷനാണ് ഹാജാസ് ക്ലാസ്സസ്. എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ നൽകി എല്ലാ ടോപ്പിക്കുകളും ലെജൻഡായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരുടെ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും ഒക്കെ നൽകി ഏറ്റവും കൂടുതൽ PSC LP UPയിൽ നിന്നുള്ള ഓരോ ജില്ലയിലെയും റാങ്ക് ജേതാക്കളെ ഉണ്ടാക്കിയെടുത്ത ഒരു ക്ലാസ്സാണ് ഹാജാസ് ക്ലാസ്സസ്. ഈ ഹാജാസ് ക്ലാസ്സസിലെ ഓരോ ക്ലാസ്സുകളും നിങ്ങളെ അതിശയിപ്പിക്കും, നിങ്ങളെ വിസ്മയിപ്പിക്കും. അത്തരത്തിലാണ് ഓരോ അധ്യാപകരുടെയും ഇതിനകത്തുള്ള പെർഫോമൻസ്. നമുക്കിപ്പോൾ ഉദാഹരണത്തിന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു വിഷയം എടുക്കാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന വിഷയം എടുത്തു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയെല്ലാം PSCയുടെ എന്താ പറയുക ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ ഒട്ടുമിക്ക ക്ലാസ്സുകളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന 2 അധ്യാപകരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാലും ജോഗ്രഫി എടുത്തു കഴിഞ്ഞാലും ഈ വിഷയങ്ങളെല്ലാം ഇംഗ്ലീഷ് മലയാളവും ഒക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അധ്യാപകർ തന്നെയാണ്. അധ്യാപകർ എന്ന് പറഞ്ഞാൽ BEd അല്ലെങ്കിൽ MEd ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ തന്നെയാണ്. സയൻസും മാത്സും ഞാനാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു നല്ല ടീം ഓഫ് ടീച്ചേഴ്സാണ് ഹാജാസ് ക്ലാസ്സസിലെ ഓരോ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഈ വിഷുദിനത്തിൽ നിങ്ങൾക്ക് 50% ഓഫറിൽ പർച്ചേസ് ചെയ്യാം. ഇന്ന് തീയതി 15 അല്ലേ? 15, 16, 17, 18, 19 5 ദിവസങ്ങളിൽ നിങ്ങൾക്ക് 50% ഓഫറോടെ നിങ്ങൾക്ക് ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇതിലപ്പുറം എന്ത് സന്തോഷമാണ്. 50% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു LDC കോഴ്സ് 1500 രൂപയോ അത് GST ആവത്തുള്ളൂ. അപ്പം LP UPയുടെ ഒക്കെ കോഴ്സുകൾ എല്ലാം അത്യാവശ്യം നല്ല പ്രീമിയം ലെവൽ ക്ലാസ്സുകൾ 10,000 എബോ ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും ചില ക്ലാസ്സുകൾ 1500 2000 രൂപയ്ക്കൊക്കെ LP UP കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് അത്രയും പ്രതീക്ഷിച്ചാൽ മതി അതിൽ നിന്ന്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ LP UPയിൽ ഈ എല്ലാ ദിവസവും ലൈവ് കൊടുത്തുകൊണ്ടിരുന്ന ക്ലാസ്സിന് പോലും നമ്മളൊരു 8000 രൂപ 7000 രൂപയൊക്കെ ആയിരുന്നു അപ്പോൾ ഫീസ്. ഇന്ന് ആ കോഴ്സ് നിങ്ങൾക്ക് 3,999 വിഷു ഓഫറായിട്ട് പഠിക്കാം. അപ്പം എല്ലാവരും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. LP UPയുടെ കോഴ്സ് ഏതൊക്കെ കോഴ്സാണ് ഉള്ളതെന്ന് പറയാം. റാങ്കേഴ്സ് ബാച്ച് ഫോർ LP UP എന്ന് പറഞ്ഞൊരു ബാച്ച് ഉണ്ട്. ഇത് LP UPയുടെ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ കഴിയുന്നത് വരെയും ഏകദേശം 2 വർഷത്തെ വാലിഡിറ്റി ഇതിനുണ്ട്. ഇതിന് കോഴ്സ് ഫീസ് 3,999 പ്ലസ് GST വരും. PSC ഫൗണ്ടേഷൻ കോഴ്സ്, അതേപോലെ LDC 2026-27 ഡിഗ്രി ലെവൽ പ്രിലിംസ് ബാച്ച്, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, മാത്സ് ഇംഗ്ലീഷ് സയൻസ് സെപ്പറേറ്റ് ബാച്ച്, PYQ ബാച്ച്, ഇങ്ങനെ ഓരോ ബാച്ചുകളായി തിരിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. ഇതിന് എല്ലാ ബാച്ചിനും 50% ഓഫർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ കോഴ്സ് എടുത്തു എന്നത് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ പഠിക്കുകയും കൂടെ വേണം. കൃത്യമായി ഞങ്ങൾ തരുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്യണം. PDF നോട്ട്, നല്ല ഒരു ടീമാണ് ഈ PDF നോട്ട് തയ്യാറാക്കുന്നത്. ഈ PDF നോട്ട് അതിനോടൊപ്പം തരുന്ന പരീക്ഷകൾ ഇതെല്ലാം നിങ്ങളൊന്ന് എഴുതണം. എഴുതി വന്നു കഴിഞ്ഞാൽ വിജയം നമ്മുടെ ഒപ്പം ഉണ്ടാവും. പിന്നെ യൂട്യൂബിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. എന്തായാലും
ഞങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ജോയിൻ ചെയ്യാം. ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. സാധാരണ PSCയിൽ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധം, നമ്മൾ അധ്യാപകരോടുള്ള ആരാധന കൂടുമ്പോൾ ആ അധ്യാപകന്റെ ആരാധന കൂടിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. പക്ഷേ ആ അധ്യാപകനുള്ള ആരാധന ഒരു പരിധിയുടെ അപ്പുറം പോകുമ്പോൾ നമ്മൾ പല ആൾക്കാരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിൽ നിന്ന് അധ്യാപകന്റെ പുറകെ പോകും. അവസാനം നമ്മൾ കുറേ വർഷങ്ങൾ, ഒന്നാമത്തെ കാര്യം നല്ല പക്വതയുള്ള അത്യാവശ്യം വയസ്സുള്ള ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പം നമുക്ക് അതിനകത്തുള്ള ചതികൾ അറിയാൻ പറ്റില്ല. ഒരിക്കലും നമുക്കൊരു കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. കാരണം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കോഴ്സിന് ചെറിയ ഫീസുകളാണ് ഇട്ടിട്ടുള്ളത്. 1500, 2000 എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. നിങ്ങളൊരു 1500 രൂപയോ അല്ലെങ്കിൽ 2000 രൂപയോ ഒരു കോഴ്സിന് ഫീസ് അടച്ചാൽ ഇതുകൊണ്ട് ഈ HD പോലത്തെ ദൃശ്യ മികവോടെ നൽകുന്ന ഈ ഒരു ക്ലാസിൻ്റെ അത് ഒരു ഫീസ് തന്നെ ആവത്തില്ല. 5000 രൂപയുടെ മുകളിലെങ്കിലും വാങ്ങിയാലേ ഇതൊരു ഫീസായി നമുക്കൊരു കണക്കാക്കാൻ കഴിയൂ. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഇതിൻ്റെ പിന്നിൽ കുറേ പരിപാടികളുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഒരു സ്റ്റുഡിയോയിൽ നിന്നാണ്. ഈ സ്റ്റുഡിയോയുടെ എൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ക്യാമറ ഏകദേശം 3 ലക്ഷം രൂപയോളം വിലയുള്ള ക്യാമറയാണ്. ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറും അതുമായിട്ട് ബന്ധപ്പെട്ട ഐപാഡും അതുമായിട്ട് ബന്ധപ്പെട്ട ലൈറ്റുകളും AC ഒക്കെ. ഇത് കഴിഞ്ഞാൽ ഇത് നേരെ എവിടെ പോകും? ഈ റെക്കോർഡിങ് കഴിഞ്ഞാൽ ഇത് നേരെ എഡിറ്റിംഗ് ടേബിളിലേക്ക് പോകും. എഡിറ്റിംഗ് ടേബിളിൽ എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളിന് അത്യാവശ്യം സാലറിയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് നമുക്ക് പ്രോഡക്റ്റായി വരുന്നത്. അതിന് ശേഷം ഇതിനെ PDF ആക്കാൻ വേറൊരാൾ അല്ലെങ്കിൽ 1-2 പേര് PDF ആക്കും. ഈ PDF ആക്കി ഇതിനെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കും. ഇത് ഏതിലൂടെയാണ്? ആപ്പിലൂടെയാണ്. ആപ്പിനും കാശുണ്ട്. ആപ്പ് ചുമ്മാ പ്രവർത്തിക്കില്ല. ഇതിനെല്ലാത്തിനും കാശ് വേണം. അപ്പം ആരെങ്കിലും വന്ന് നിങ്ങളോട് പറയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് തരാമെന്ന് പറഞ്ഞാൽ, മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫ്രീ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ പോകും. അവിടെ കുറച്ച് ദിവസം ഫ്രീ ആയിരിക്കും, പിന്നെ അവർ ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മളോട് ആവശ്യപ്പെടും. എൻ്റെ പ്രിയ ഉദ്യോഗാർത്ഥികൾ, ഇതെല്ലാം നിങ്ങൾ ഇതിനു മുമ്പും പലരും ഞങ്ങളിവിടെയുണ്ട്, നിങ്ങളെ ഞങ്ങൾ ജോലിയിൽ പ്രവേശിപ്പിക്കാം എന്ന് പറഞ്ഞ് കൈ കാണിച്ചിട്ടല്ലേ നിങ്ങളെ വിളിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഇല്ല. അവരെന്ത് ചെയ്യും? പിന്നീട് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക്, അത് കഴിഞ്ഞ് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക്, അത് കഴിഞ്ഞ് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക്. നിങ്ങൾക്ക് ഒരു 3-4 വർഷത്തെ ഇളവ് ഇപ്പോൾ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന, അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഏത് മാർഗത്തിലാണോ, നമ്മൾ ഓരോരുത്തരും വേഴ്സറ്റൈലാണ്, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ പ്രത്യേകതകളുള്ളവരാണ്, നമ്മൾ ഓരോരുത്തരും ലെജൻഡാണ്. ഒരു ലെജൻസിയുടെയും പുറകെ നമ്മൾ പോകണ്ട. നിങ്ങൾ ലെജൻഡാണ്. നിങ്ങൾക്കറിയാം ഒരു PSC എങ്ങനെ നേടിയെടുക്കണം എന്ന്. നിങ്ങൾ ആ ഒരു ലെവലിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഒരിക്കലും ആരുടെയും പുറകെ പോകരുത്. എൻ്റെ ക്ലാസ്സുകൾ കൊള്ളാമെങ്കിൽ ഞാൻ എൻ്റെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇത് ഞാൻ കഴിഞ്ഞ 26 വർഷങ്ങളായി ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഈ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളുള്ള ഒരു ട്യൂഷൻ സെൻറ്റർ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ട്യൂഷൻ സെൻറ്ററിൽ സയൻസ്, മാത്സ് വിഷയങ്ങൾ ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. സ്റ്റേറ്റ്, CBSE, ICSE ഉള്ള കുട്ടികളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ ആ അറിവോട് കൂടിയാണ് PSCയിലേക്ക് വരുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ PSCയുടെ അറിവ് വെച്ചിട്ടാണ് ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഈ ചാനൽ പണ്ട് മുതലേ സയൻസിനും മാത്സിനുമായി കുട്ടികൾ കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം, ഒരു അബദ്ധം എനിക്ക് പറ്റിയത്, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അല്ല, തുടർച്ചയായ ഒരു കാര്യം ചെയ്യുക, ആ കൺസിസ്റ്റൻസിയിൽ എനിക്കൊരു വീഴ്ച ഉണ്ടായി. ഒരു വർഷത്തോളം എനിക്ക് ക്ലാസ്സുകൾ എൻ്റെ ചില പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് ഇടാൻ കഴിഞ്ഞില്ല. നമ്മുടെ ചാനൽ നേരെ വന്ന് നിലം പൊത്തി. അവിടെ നമുക്ക് കയറി വരേണ്ടതുണ്ട്. ഞാനും ഒരു ആപ്ലിക്കേഷൻ നടത്തുന്ന ആളാണ്. ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ക്ലാസ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം എല്ലാവരും, ഇപ്പം ഞാനൊരാളെ PDF തയ്യാറാക്കാൻ വിളിക്കുന്നു, ഞാനൊരാളെ PPT തയ്യാറാക്കാൻ വിളിക്കുന്നു, ഞാനിവിടെ AC ഓൺ ചെയ്യാൻ, സ്വിച്ച് ഇടാൻ ഒരാളെ വിളിച്ചാൽ പോലും അവർക്ക് ശമ്പളം കൊടുത്തേ പറ്റുള്ളൂ. ശമ്പളം കൊടുക്കാൻ നമുക്ക് വേറെ മാർഗമില്ല. അതിനാണ് കോഴ്സ് ഫീസായിട്ട് വെക്കുന്നത്. കോഴ്സ് ഫീസ് ഒരിക്കലും ഒരു ബിസിനസ് എന്ന് പറയുന്ന ലെവലിലോട്ട് ഉയർത്താതെ നിങ്ങൾക്ക് അഫോർഡബിളായ, നിങ്ങൾക്കൊരു വിഷമം വരാത്ത ഫീസ് വെച്ചുകൊണ്ട്
നമുക്കൊരു കോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഹാജാസ് ക്ലാസ്സസിലുള്ള ടീം ഓഫ് ടീച്ചേഴ്സ് ഒരു ആപ്ലിക്കേഷനിലും ഇല്ല. അത് നമുക്ക് എല്ലാ അധ്യാപകരെയും നമുക്കൊന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ചെയ്യണം. അവരെ കൊണ്ടുവന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്ക്, NCERT ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ നമ്മളെ എല്ലാ ബാച്ചുകളിലും നമ്മൾ ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. അതുകൂടി ആകുമ്പോൾ നമുക്ക് ഗംഭീരമായി ഹാജാസ് ക്ലാസ്സസ് ഒരു നല്ല വിഷു കൈനീട്ടം തന്നെയായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഇതിലെ ഓരോ ക്ലാസ്സുകളും നിങ്ങളെ വിസ്മയിപ്പിക്കും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇവിടെ കാണുന്ന നമ്പറിൽ ഈ നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ്. എൻ്റെ പിള്ളേരും എൻ്റെ മക്കളും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറാണ്. ഇങ്ങനെ ഒരു നമ്പർ തരാൻ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ ആരെങ്കിലും തയ്യാറാവും? ഇത് 2019 മുതൽ ഞാൻ ഈ നമ്പർ കൊടുക്കുകയാണ്. കുട്ടികൾ വിളിക്കാറുണ്ട്, കുട്ടികൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അതിന് മറുപടി കൊടുക്കാറുമുണ്ട്. എന്നോട് സംസാരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും PSCയുമായി ബന്ധപ്പെട്ട കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷു കൈനീട്ടത്തെ സ്വീകരിക്കണം. എല്ലാവരും നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ഉചിതമായത് LP UP നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട. നിങ്ങൾക്ക് ഉള്ള ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഓപ്ഷനാണ് ഹാജാസ് ക്ലാസ്സസ്. അതുപോലെ ഡിഗ്രി പ്രിലിംസ്, ഫൗണ്ടേഷൻ ബാച്ച്, LDC ബാച്ച്, PYQ ബാച്ച്. അപ്പോൾ നമുക്ക് ഈ 2026 നടക്കുന്ന പരീക്ഷകളിൽ നമുക്ക് നല്ലൊരു റാങ്ക് നേടിയെടുക്കേണ്ടതുണ്ട്. നന്നായിട്ട് സ്വപ്നം കാണണം. ഒരു ലെജൻഡ് ഉണ്ട് എന്നിലല്ല, നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. എൻ്റെ ലെജൻസിയെ പരിപോഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പേപ്പറിൽ എഴുതുക. നിങ്ങളത് പ്രവർത്തിക്കുക. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ലെജൻഡ് ആവും. ലെജൻഡുകളുടെ പറച്ചിലുകൾ നാളെ കഥകളായി, വസ്തുതകളായി ഈ ലോകത്ത് നിൽക്കും. ലെജൻഡ് ആകാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ ലെജൻഡാണ് നിങ്ങൾ ലെജൻഡായി മാറാതിരുന്നാൽ നിങ്ങളുടെ കഥ പറയാൻ ഇവിടെ ഈ ലോകത്ത്, നിങ്ങളുടെ കാലത്തിനു ശേഷം നിങ്ങളുടെ കഥകൾ പറയാൻ, നിങ്ങൾ പറഞ്ഞ വസ്തുതകൾ, വാക്കുകൾ ഏറ്റുപറയാൻ ഒരു സമൂഹം ഇല്ലാതെ പോകും. അതുകൊണ്ട് ജോലി വാങ്ങുക എന്നത് എന്നെ സ്വാർത്ഥമായ ചിന്തയല്ല, ഞാനുമായി ബന്ധപ്പെട്ടവരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ടൂളാണ്, ഒരു ഉപകരണമാണ് ഈ ജോലി. ഈ ജോലി കൊണ്ട് എൻ്റെ ചുറ്റുവട്ടത്തുള്ളവർ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എല്ലാവരും സന്തോഷിക്കും. എൻ്റെ സൗഹൃദങ്ങൾ സന്തോഷിക്കും, ഞാനും സന്തോഷിക്കും. നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നിങ്ങളുടെ ഈ ഒരു PSC ജേണി അവസാനിപ്പിക്കുന്നത് എങ്കിൽ, നിങ്ങളൊരു ജോലി നേടിക്കൊണ്ട് നിങ്ങളുടെ PSC ജേണി അവസാനിപ്പിക്കുന്നതെങ്കിൽ ഞാനും ഏറെ സന്തോഷവാനാവും. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് കുട്ടികളുടെ സന്തോഷങ്ങൾ അമ്മാതിരി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ജോയിൻ ചെയ്യണം, മറക്കണ്ട. ഈ നമ്പർ സേവ് ചെയ്ത് വെച്ചോ, ഉപയോഗപ്പെടും. ബൈ ബൈ.